أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا لما يقض ما أمره فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് അബസയിലെ 23 മുതൽ 32 കൂടിയ ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കല്ലാ ലമ്മാ യഖ്ളി മാ അമറ. കല്ല, വേണ്ട. ലമ്മാ യഖ്ളി, അവൻ നിറവേറ്റിയില്ല. മാ അമറഹു, അവനോട് എന്താണോ കൽപ്പിച്ചത് അത്. അവനോട് കൽപ്പിച്ചത് അവൻ നിറവേറ്റിയിട്ടില്ല. ഫൽയൻദുരിൽ ഇൻസാൻ, മനുഷ്യൻ നോക്കട്ടെ. ഇലാ ത്വാമിഹി, അവന്റെ ഭക്ഷണത്തിലേക്ക്. അന്നാ, തീർച്ചയായും നാം. സ്വബബ്നൽ മാഅ, വെള്ളം നാം കോരി ഒഴിച്ചിരിക്കുന്നു. സ്വബ്ബ, ഒരു കോരിയൊഴിക്കൽ. സുമ്മ ശഖഖ്ന, പിന്നെ നാം പിളർന്നു കൊടുത്തിരിക്കുന്നു. അൽ അർള, ഭൂമി. ശഖ, ഒരു പിളർക്കൽ. ഫഅംബത്ന, എന്നിട്ട് നാം അവന് മുളപ്പിച്ചു കൊടുത്തു. ഫീഹ, അതിൽ. ഹബ്ബ, ധാന്യങ്ങൾ. വൈനബൻ, മുന്തിരിയും. വഖൽബൻ, പച്ചക്കറിയും. വസൈത്തൂനൻ, ഒലീവും. വനഖലൻ, ഈത്തപ്പനയും. വഹദായിഖ, അതുപോലെ തന്നെ തോട്ടങ്ങളും. ഗൽബ, ഇടതിങ്ങിയ അല്ലെങ്കിൽ സമൃദ്ധിയുള്ള. വഫാക്കിഹതൻ, അതുപോലെ തന്നെ പഴങ്ങളും. വഅബ്ബൻ, പുല്ലുകളും. മതാഅൻ ലക്കും, നിങ്ങൾക്ക് വിഭവങ്ങൾ എന്ന നിലയിൽ. വലി അൻആമിക്കും, നിങ്ങളുടെ കാലികൾക്ക് വിഭവങ്ങൾ എന്ന നിലയിലും. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ധിക്കാരിയായാലും സൽസ്വഭാവിയായാലും അവനെ അല്ലാഹു മറമാടുമെന്നും മരിക്കുമെന്നും മരിപ്പിക്കുമെന്നും അവനെ മറമാടുമെന്നും പിന്നീട് അല്ലാഹു എപ്പോഴാണോ വിചാരിച്ചത് ആ സമയത്ത് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും സൂചിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു പറയാണ്, കല്ല, വേണ്ട. ലമ്മാ യഖ്ളി മാ അമറ, അവൻ അവനോട് കൽപ്പിച്ചതൻ ഒരിക്കലും നിറവേറ്റിയിട്ടില്ല. അള്ളാഹു അവനോട് കൽപ്പിച്ചത് സത്യമാർഗം പുൽകാനാണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാനാണ്, നല്ല മനുഷ്യനായി ജീവിക്കാനാണ്. അത് സാധാരണഗതിയിൽ മനുഷ്യൻ, എല്ലാ മനുഷ്യരുമല്ല, കാഫിറുകളാണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത്തരം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിതം നന്നാക്കിയെടുക്കാൻ ശ്രമിച്ചില്ല. ലമ്മാ യഖ്ളി മാ അമറ, അവനോട് കൽപ്പിച്ചത് അവൻ ചെയ്തില്ല. ഫൽയൻദുരിൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ നോക്കട്ടെ. ഇലാ ത്വാമിഹി, അവന്റെ ഭക്ഷണത്തിലേക്ക്. മനുഷ്യൻ സ്ഥിരമായി ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. ആ ഭക്ഷണത്തിലേക്ക് അവൻ നോക്കട്ടെ. എന്താണ് ഈ ഭക്ഷണത്തിൽ അവന്റെ വകയിലുള്ളത്? അവൻ എന്താണ്, കുറെ സാമ്പത്തികമായി കഴിവുണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ അവന് വലിയ ശമ്പളം കിട്ടിയത് കൊണ്ടോ കാര്യമായില്ലല്ലോ. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവന്റെ സ്വാധീനം എന്തുമാത്രമാണ്. നമ്മെ സംബന്ധിച്ചോളം അന്നാ സബബനിൽ മാ അസ്വബ്ബ, നാം വെള്ളം കോരിയൊഴിക്കുന്നു. മനുഷ്യന് കിണറിൽ നിന്ന് വെള്ളം എപ്പോഴെങ്കിലും കോരുന്നുണ്ടോ എന്നതല്ല പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി ഒരു ചെലവുമില്ലാതെ ആകാശത്ത് നിന്ന്, മേഘങ്ങളിൽ നിന്ന് മഴ കോരിച്ചൊരിഞ്ഞു കൊടുക്കുന്നു. ആ മഴവെള്ളമാണ് ഏതാണ്ട് എല്ലാ കൃഷിയുടെയും ആധാരമായി കാണുന്നത്. അല്ലാതെ പണം മുടക്കിക്കൊണ്ട് ജലസേചന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് വെള്ളം കിട്ടിയിട്ട് നമുക്ക് ഈ രൂപത്തിൽ, വില കുറഞ്ഞ രൂപത്തിൽ നമുക്ക് ഭക്ഷ്യ വസ്തുക്കൾ നൽകാൻ കഴിയില്ല. അപ്പൊ നാമാണ്, അഥവാ അള്ളാഹുവാണ് ഇത്രയും വിലയില്ലാത്ത രൂപത്തിൽ, ചിലവാകാത്ത രൂപത്തിൽ
നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം കോരി ഒഴിച്ച് തന്നത്. അത് മാത്രമോ, സുമ്മ ശക്കനല്ല ശക്ക, പിന്നെ നാം ഭൂമിയെ പിളർന്നു തന്നിരിക്കുന്നു. നമ്മളൊരു വിത്ത് അവിടെ കുഴിച്ചിട്ട് വരുന്നു എന്നല്ലാതെ ആ വിത്ത് മുളക്കാൻ ആവശ്യമായ രൂപത്തിൽ ഭൂമിയെ പിളർന്നു തരിക, അതുപോലെ തന്നെ ആ വിത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഭൂമിയെ പര്യാപ്തമാക്കുക, ഭൂമിക്കടിയിൽ കീറി കൊടുക്കുക, ജലം അതിലേക്ക് എത്താനുള്ള സോഴ്സുകൾ ഉണ്ടാക്കി കൊടുക്കുക, ഇതൊന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക എന്നല്ലാതെ ബാക്കിയൊക്കെ അള്ളാഹുവിൽ നിക്ഷിപ്തമാണ് എന്നർത്ഥം. സുമ്മ ശക്കനല്ല ചക്ക, പിന്നെ നാം ഭൂമിയെ പിളർത്തി കൊടുക്കുന്നു. എന്നിട്ട് ഹബ്ബ, അതിൽ നാം ധാന്യങ്ങൾ മുളപ്പിച്ചു കൊടുക്കുന്നു. നമ്മൾ വിത്ത് വിതക്കുന്നു എന്നല്ലാതെ അതൊക്കെ വേണമെങ്കിൽ കീടങ്ങൾക്കോ അല്ലെങ്കിൽ ക്ഷുദ്രജീവികൾക്കോ ഭക്ഷിച്ച് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ അള്ളാഹു കണക്കാക്കിയിരിക്കുന്നു ആ വസ്തുക്കൾ കേടൊന്നും വരാതെ ആ വിത്തുകൾ അവിടെ തന്നെ നിൽക്കണമെന്നും അതൊക്കെ മുളക്കണമെന്നും മുളച്ചു ഉയരണമെന്നും അത് കായ്കനികൾ ലഭ്യമാക്കണമെന്നും ഒക്കെയുള്ള സംഗതി അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. നമുക്ക് ആ വസ്തു അവിടെ വെച്ച് പോരുക എന്ന് മാത്രമേ കഴിയൂ. എന്നിട്ട് ധാന്യമണി മാത്രമല്ല, വൈനപൻ കലുബ, നമുക്ക് മുന്തിരി വേണം, അതേപോലെ തന്നെ പച്ചക്കറികൾ വേണം. അത് മുന്തിരി കുഴിച്ചിട്ടാൽ മുന്തിരി ലഭിക്കുന്നു, പച്ചക്കറികൾ കുഴിച്ചിട്ടാൽ അത് ലഭിക്കുന്നു. അതൊക്കെ ഒരേ വെള്ളത്തിൻ്റെയും ഒരേ ഭൂമിയുടെയും കിടപ്പിൽ നിന്ന് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്കായി അള്ളാഹു നൽകുന്നു എന്നർത്ഥം. വസൈത്തൂനൻ, ഒലീവ്, നമുക്ക് ഒലീവ് എണ്ണ ലഭിക്കണമെങ്കിൽ ഒലീവ് അള്ളാഹു നൽകുന്നു. വനഹലൻ, ഈത്തപ്പന, കാരക്കകൾ, വിവിധ രൂപത്തിലുള്ള കാരക്കകൾ, വളരെ വിലയുള്ളതും അല്ലാത്തതും ഒക്കെയുള്ള കാരക്കകൾ നമുക്ക് ലഭ്യമാക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. ഹദായിഖ ഉൽബ, ഇടതിങ്ങിയ തോട്ടങ്ങൾ നമുക്ക് അള്ളാഹു നൽകുന്നു, സമൃദ്ധമായ തോട്ടങ്ങൾ നൽകുന്നു, നമുക്ക് അതിലൂടെ വേണ്ട വിഭവങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നു. ഫാക്കിഹത്തൻ, അതേപോലെ തന്നെ പഴങ്ങൾ നമുക്ക് തരുന്നു. അപ്പൻ, പുല്ലും തരുന്നു. നമുക്ക് പഴങ്ങൾ വേണം, അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള വസ്തുക്കളൊക്കെ നമുക്ക് വേണം. അപ്പൻ എന്ന് പറഞ്ഞാൽ എന്തിനാ? ഈ പുല്ല് നമുക്ക് എന്തിനാ? അത് അള്ളാഹു തൊട്ടായത്തിൽ പറയുന്നു, മതാലക്കും, ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ജീവിത ക്രമത്തിന് വേണ്ടിയിട്ടുമാണെങ്കിൽ വലിയ അൻആമിക്കും, നിങ്ങളുടെ കാലികൾക്ക് വേണ്ടിയിട്ടുമാണ് ഈ അബ്ബ് അഥവാ ഈ പുല്ല് എന്ന് പറയുന്ന സംഗതി തരുന്നത്. അതും അള്ളാഹു നൽകണം. ആ പുല്ല് കിട്ടിയിട്ട് വേണം അവക്ക് നമുക്ക് സമൃദ്ധമായ രൂപത്തിൽ പാല് നൽകാൻ. നമ്മളെ വലിയ പോഷകാഹാരമാണ് പാല്. അത് നൽകണമെങ്കിൽ ഇതിന് കഴിയണം. അവയെ നമ്മൾ അറുത്ത് ഭക്ഷിക്കണമെങ്കിൽ അവർക്ക് മാംസം ഉണ്ടാകണമെങ്കിൽ ഈ പുല്ല് വേണം. അതും അള്ളാഹു മുളപ്പിക്കുന്നതാണ്, അള്ളാഹു നൽകുന്നത്. നിങ്ങളുടെ വകയിലുള്ള കോൺട്രിബ്യൂഷൻ ഈ കാര്യത്തിൽ എന്തുണ്ട്? നിങ്ങൾ എന്താണ് നൽകുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ സംബന്ധിച്ച് നമുക്കൊന്നും നൽകാൻ പറ്റില്ല. ഒക്കെ അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്, അള്ളാഹു നൽകുന്നതാണ് എന്നർത്ഥം. അപ്പം ആ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്നർത്ഥം. റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട്, റബ്ബ് നമുക്ക് നൽകിയ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാം യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.